ഈ വലിച്ചുകൊണ്ടു പോകുന്നത് ഒരു കൊലക്കേസിന്റെ പ്രതിയല്ല, മറിച്ച് വർഷങ്ങളായി ഒരു BJP MLA-ക്കെതിരെ തന്നെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലും തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതിന്റെ പേരിലും പോരാടുന്ന ഒരു പെൺകുട്ടിയാണ്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിക്കും അവളുടെ കുടുംബത്തിനും നമ്മുടെ ഭരണം കൈയാളുന്ന ഗവൺമെന്റും സിസ്റ്റവും ഏൽപ്പിച്ചു കൊടുത്ത മുറിവുകൾ ചില്ലറയല്ല. ജനരോഷത്തിന് പിന്നാലെ അയാൾ MLA സ്ഥാനം രാജിവെച്ചു. പക്ഷേ ഇന്ന് കഥ മറ്റൊന്നാണ്. അയാളുടെ ഭാര്യയെ അടുത്ത ഇലക്ഷന് നിർത്താൻ വേണ്ടി അയാൾക്ക് കേസിൽ നിന്ന് ഒഴിഞ്ഞേ പറ്റൂ. 2017 ജൂൺ 4-നാണ് സംഭവങ്ങളുടെ തുടക്കം. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ജോലി വാഗ്ദാനം ചെയ്ത് BJP MLA ആയിരുന്ന കുൽദീപ് സിംഗ് സെക്കാറിന്റെ കൂട്ടാളിയായ ശശി സിംഗ് 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ MLA-യുടെ വസതിയിലേക്ക് എത്തിക്കും. അവിടെ വെച്ച് കുൽദീപ് സിംഗ് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തുടർന്ന് ജൂൺ 11 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ കുൽദീപിന്റെ സമ്മതത്തോടെ 3 പേർ ചേർന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി 9 ദിവസത്തോളം കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കും. 60,000 രൂപയ്ക്ക് അവളെ അതിനുശേഷം അവർ വിൽക്കുന്നു. പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും കുൽദീപിന്റെ രാഷ്ട്രീയ സ്വാധീനം കാരണം FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായി. 2018 ഏപ്രിൽ 3-ന് കുൽദീപിന്റെ അനുയായികൾ പെൺകുട്ടിയുടെ പിതാവിനെതിരെ ഒരു കള്ള പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 5-ന് പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒടുവിൽ 2018 ഏപ്രിൽ 8-ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വീടിന്റെ മുന്നിൽ വെച്ച് പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കും. ഈ വാർത്ത ദേശീയ തലത്തിൽ ചർച്ചയായതോടെ ഭരണകൂടം പ്രതിരോധത്തിലായി. എന്നാൽ ഇതിന്റെ പ്രതികാരം തീർക്കാൻ പിറ്റേ ദിവസം ആ പെൺകുട്ടിയുടെ പിതാവ് ജയിലിൽ വെച്ച് കുൽദീപിന്റെ സഹോദരൻ അരുൺ സിംഗിന്റെയും പോലീസുകാരുടെയും മർദ്ദനമേറ്റ് മരണപ്പെടും. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 18 മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. അവസാനം ഏപ്രിൽ 12-ന് CBI കേസ് ഏറ്റെടുക്കുകയും കുൽദീപിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇരയെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ 2019 ജൂലൈ 28-ന് അതിജീവിത തന്റെ അഭിഭാഷകനും 2 ബന്ധുക്കൾക്കുമൊപ്പം പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ഒരു വലിയ ട്രക്ക് അവരുടെ കാർ തരിപ്പണമാക്കി മുന്നോട്ട് പോകും. അതിജീവിതയുടെ കൂടെ നിന്ന 2 ബന്ധുക്കളും കൊല്ലപ്പെടുകയും അതിജീവിതയും അഭിഭാഷകനും ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. അപകടം വരുത്തിയ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് കറുത്ത പെയിന്റ് അടിച്ച് മറച്ചിരുന്നത് ഇതൊരു വലിയ ആസൂത്രിത കൊലപാതകമാണെന്ന് CBI തെളിയിക്കുകയും ചെയ്തു. കേസ് പിന്നീട് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. 2019 ഡിസംബറിൽ ഡൽഹി കോടതി കുൽദീപ് സിംഗിനെ ബലാത്സംഗ കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തി ജീവപര്യന്തം തടവിനും 25 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഇനിയാണ് നമ്മുടെ ഭരണകൂടവും നിയമവ്യവസ്ഥയും ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത കിടക്കുന്നത്. 2025 ഡിസംബറിൽ കുൽദീപ് സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ച് കോടതി അദ്ദേഹത്തിന്റെ ജീവപര്യന്ത ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിച്ചു. കുൽദീപ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല എന്ന സാങ്കേതികതയാണ് കോടതി ഇതിനായി ഉപയോഗിച്ചത്. വിചാരണ കോടതി ഇയാളെ ശിക്ഷിച്ചത് അതിക്രമിച്ചുള്ള ലൈംഗിക പീഡന പ്രകാരമായിരുന്നു. ഈ വകുപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ബാധകമാകുന്നത്. എന്നാൽ IPC പ്രകാരം ഒരു MLA ഈ നിർവചനത്തിൽ വരില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കുറഞ്ഞ വകുപ്പ് പ്രകാരമുള്ള 7 വർഷത്തെ ശിക്ഷ കുൽദീപ് ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് കാട്ടി ജാമ്യം നൽകുകയും ചെയ്തു. അതിജീവിതയ്ക്കും കുടുംബത്തിനും നേരെയുള്ള അതിയായ ഭീഷണി മൂലം തന്റെ പിതാവിനെയും തന്റെ ബന്ധുക്കളെയും നഷ്ടപ്പെട്ടതിനു ശേഷം അവൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. പക്ഷേ ഇപ്പോൾ ആ പ്രൊട്ടക്ഷൻ എടുത്തു കളയാനുള്ള തിടുക്കത്തിലാണ് നമ്മുടെ സിസ്റ്റം. മുൻ BJP MLA ആയിരുന്ന ഈ പീഡകൻ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെ ജയിലിലടയ്ക്കൂ, എങ്കിലേ ഞങ്ങൾക്ക് സുരക്ഷിതരായിരിക്കാൻ പറ്റൂ എന്ന് അതിജീവിതയും അവരുടെ കുടുംബവും പറയുന്നത് കേൾക്കുമ്പോൾ മനസാക്ഷിയുള്ള ആരുടെയും ഹൃദയം തകർന്നു പോകും.